അന്ന് റിസപ്ഷൻ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഒരു വ്ലോഗും ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. സംഭവം വേറൊന്നുമല്ല, മടി. അതാണ് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒരുപാടുണ്ട്, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ വരുന്നത്. ഞങ്ങളുടെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മമ്മ അതേ പുറത്ത് വന്നിട്ടുണ്ട്. ഇതെൻ്റെ 2 മാമന്മാരും വീടാണ്. എൻ്റെ മോനെയും അനിയത്തിയുടെ മോളെയും ഈ വർഷം സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ വീട്ടിലേക്കുള്ള വരവും ഭയങ്കര കുറവാകും. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ ഇന്ന് അങ്ങ് ഇറങ്ങിയതാണ്. രാവിലെ ഒരു 9 മണിയായപ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഇവിടെ ഒരാളെ മിസ്സിങ് ഉണ്ട്, ഒരാളല്ല 2 ആളെ മിസ്സിങ് ഉണ്ട്. എൻ്റെ ചെറിയ മാമിയും മോനും. അവിടെ എത്തിയ പാട്ട് നേരെ പോയത് തറവാട്ടിലോട്ടാണ്. വല്യപ്പയും വല്യമ്മയും മരിച്ച ശേഷം പിന്നെ തറവാട്ടിലേക്ക് പോക്കൊക്കെ കുറവായിരുന്നു. ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ വരും, പക്ഷേ തറവാട്ടിലേക്ക് പോക്കൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ വരാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ പഴയ ഉമ്മാൻ്റെ വീട്. അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ അനിയനാണിത്. അവരെയും കണ്ട് ഒരുപാട് നേരം സംസാരിച്ചു. അവിടെയുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കോ എല്ലാം കയറി സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോണത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അനിയത്തിയും കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു. എന്തായാലും അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കുട്ടികളെയും കൊണ്ട് ഈ ഒരു കയറ്റം കയറാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാവരും ഉപ്പപ്പാൻ്റെ സ്കൂട്ടിലാണ് കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ നേരെ പോയത് ഞങ്ങൾ എൻ്റെ ചെറിയ മാമന് വീട് കെട്ടുന്ന സ്ഥലത്തേക്കാണ്. ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും പണ്ട് കാലത്ത് ഒരു നൊസ്റ്റുമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഷോ ലൈറ്റ് എന്ന് പറഞ്ഞത് കാണുന്നത്. അന്ന് ഞാൻ എൻ്റെ അനിയത്തി ഇതിനെ പറഞ്ഞു തന്നത് തൂങ്ങിക്കിടക്കുന്ന ബൾബ് എന്നാണ്. അതെല്ലാം ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു രസം. മാമൻ്റെ വീടിൻ്റെ തറപ്പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇൻഷാല്ലാ നമുക്ക് വഴിയെ തീർക്കാമല്ലോ അല്ലേ. പിന്നെ ദേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്ലാമന്തോൾ പുഴയെല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, എന്തായാലും എനിക്ക് കാണുന്നുണ്ട്. പിന്നെ തിരിച്ച് വന്നപ്പോഴേക്കും ഇവിടെ ചിക്കൻ മന്തിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊരിച്ച ചിക്കൻ അവിടെ എടുത്ത് കിടക്കുമ്പോൾ നമുക്കതൊന്ന് കഴിക്കാൻ തോന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. അങ്ങനെ അതും കഴിച്ച് കുറച്ച് നേരത്തെ വിശ്രമിച്ച ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാനായി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വിശ്രമിക്കാം. പിന്നെ ചായ കൊടുക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു രാത്രി ആയപ്പോൾ ഞങ്ങളിതിന് വീട്ടിലേക്ക് പോവുകയാണ്. പോണ വഴി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. എൻ്റെ അനിയത്തിയുടെ മോളെ സ്കൂളിൽ ചേർത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കൊപ്പത്തുള്ള സിൻഡിക്കേറ്റ് മാളിലാണ് ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് സ്നാക്സ് ബോക്സും ഒരു സ്കൂൾ ബാഗും മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളതൊന്നും നമുക്കങ്ങനെ ഒരു എന്താ പറയുക, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. പിന്നുള്ളത് പുറത്തൊരു ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കൂട്ടോ. പിന്നെ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ജ്യൂസ് കുടിക്കാനാണ്. ജ്യൂസ് എന്ന് വെച്ചാൽ ഫലൂദ വരുന്ന സമയം കൊണ്ട് ഓരോ ഫ്രൈസും ഓർഡർ ചെയ്ത് അതും കഴിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫലൂദ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കായിട്ട് ഒരു ഫലൂദ പറഞ്ഞ് അത് 2 ഗ്ലാസ്സിലാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതന്നെ അവർ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇളനീർ മാംഗോ ആയിരുന്നു. എന്തോ അതൊട്ടും ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നൊക്കെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.